الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ടും വണ്ണം അറിഞ്ഞ് ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ആദരപൂർവ്വം അനുധാവനം ചെയ്ത് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും കുടുംബസമേതം സ്വർഗം ലഭ്യമാകുവാനുള്ള അർഹത നേടുവാനും ജീവിതത്തിൽ എപ്പോഴും ഇപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി പരിശ്രമിക്കണം, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു റബീഉൽ അവ്വൽ കൂടി വന്നിരിക്കുന്നു. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു മാസം. പവിത്ര മാസങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിൽ റബീഉൽ അവ്വൽ ഉൾപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ 5ാമത് പരിശുദ്ധമായ മാസമായ റമദാൻ പറഞ്ഞപ്പോൾ അവിടെയും റബീഉൽ അവ്വൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ റബീഉൽ അവ്വലിന് മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ ആദരവും പ്രാധാന്യവുമൊക്കെ എവിടെ നിന്നോ വന്നുപെട്ട, വർഷം കഴിയുന്തോറും പുതിയ പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും റബീഉൽ അവ്വൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഒരു 50-60 വയസ്സായ ആളുകൾക്കൊന്നും അവരുടെ കുട്ടിക്കാലത്തോ യൗവനകാലത്തോ ഒന്നും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള
റബീഉൽ അവ്വലാണ് ഇന്ന് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണിത്. ഈ മാസത്തിൽ തന്നെയാണോ ആ പിറവി സംഭവിച്ചത് എന്നതിൽ ചരിത്രകാരന്മാർക്കും മൗലിദിന്റെ രചയിതാക്കൾക്കിടയിൽ പോലും വ്യത്യസ്താഭിപ്രായങ്ങളുണ്ട്. അത് റമദാനിലായിരുന്നു എന്നും റജബിലായിരുന്നു എന്നും അതല്ല റബീഉൽ അവ്വൽ 7-നോ 9-നോ ആയിരുന്നു എന്നുമൊക്കെ അഭിപ്രായപ്പെടുന്നവർ മൗലിദിന്റെ രചയിതാക്കളിൽ തന്നെയുണ്ട്. എന്തായാലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും അത് റബീഉൽ അവ്വലിലായിരുന്നു എന്ന പക്ഷക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ, റസൂലിനെ ഞാൻ നിയോഗിച്ചയച്ചിട്ടുണ്ട്. ആ റസൂലിന്റെ പ്രത്യേകത അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, പ്രയാസം, വിഷമം, കഷ്ടപ്പാടുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത ഹരീസുൻ അലൈക്കും, നിങ്ങളോട് നിങ്ങളുടെ ഇഹപര വിജയങ്ങളിൽ, ഗുണങ്ങളിൽ, നന്മകളിൽ അത്രമാത്രം താല്പര്യമുള്ള ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളോട് അതിരറ്റ കൃപയും വാത്സല്യവും കരുണയുമുള്ള ഒരു നബിയാണ് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവൻ മാനവിക ലോകത്തിനും പരിചയപ്പെടുത്തുന്നത് സൂറത്ത് തൗബയുടെ 128-ാമത്തെ വചനത്തിൽ കാണാം. മുഅ്മിനീങ്ങളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ചില നിയമനിർദ്ദേശങ്ങളും വഴികാട്ടലുമൊക്കെ കണ്ടാൽ നമുക്ക് ഈ ആയത്ത് എത്രമാത്രം സത്യം പുലർത്തുന്നതാണ് എന്ന് ബോധ്യപ്പെടും. സമുദായത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൗഹീദാണ്, ആഖിറത്താണ്, റിസാലത്താണ്, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെക്കുറിച്ചാണ്, ഈമാനിക കാര്യങ്ങളെക്കുറിച്ചാണ്, സൽസ്വഭാവത്തെക്കുറിച്ച് ദുസ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് പഠിപ്പിച്ചു തന്നത് എന്നത് നമുക്കറിയാം. പക്ഷെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ചില നിർദ്ദേശങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും അത് നമ്മളുടെ ഉപ്പയോ വല്യുപ്പയോ വല്യമ്മയോ ആണോ, അവർ നൽകേണ്ടുന്ന ഉപദേശമല്ലേ ഇതൊക്കെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, തോൽപാത്രത്തിൽ നിന്ന് അതിൻ്റെ അടപ്പ് തുറന്ന് നേരെ വെള്ളം വായിലേക്ക് കമഴ്ത്തരുത്, അതിൽ വായിട്ട് കുടിക്കരുത്. എന്താണെന്ന ചോദ്യത്തിന് സംശയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ചിലപ്പോൾ അതിൽ വല്ല ജീവികളും ഉണ്ടാവാം, ഉപദ്രവകാരികളായ വല്ല ജീവികളും ആ വെള്ളത്തിൽ ഉണ്ടാവാം. അത് നേരെ വായിലേക്ക് വന്നാൽ സത്യവിശ്വാസികളെ, മനുഷ്യരെ, നിങ്ങൾക്കതുകൊണ്ട് ഉപദ്രവം, ആപത്ത്, പ്രയാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളപ്പാത്രം ഒന്ന് ചെരിച്ച് ഒരല്പം വെള്ളം പുറത്തേക്ക് കളഞ്ഞ് അതിലൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുടിച്ചാൽ മതി. ഇതാര് പറയേണ്ടതാണ്? നമ്മൾ നമ്മളുടെ പേരമക്കൾക്കും കുഞ്ഞുമക്കൾക്കും കൊടുക്കുന്ന ഒരു ഉപദേശം, മോനെ അങ്ങനെ കുടിക്കല്ലടാ എന്ന് പറയുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങളെ വിളക്ക് ഊതാതെ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ, ഊതാതെ വിളക്ക് ഊതാതെ കിടന്നാൽ വല്ല, ഇന്നിപ്പോ അതിന് ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെയാണ് പറയാ അല്ലേ, വല്ല എലിയോ പല്ലിയോ ഒക്കെ വന്നിട്ട് ആ വിളക്ക് തട്ടിമറിച്ച് വീട് കത്തി അപകടമുണ്ടായേക്കാം. അതുകൊണ്ട് വിളക്ക് ഊതണം. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഉപ്പയായിരുന്നു അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. മുഅ്മിനീങ്ങളെ, വാതിലടക്കാതെ കിടന്നുറങ്ങരുത്. അതിനും അപ്പുറം കിടന്നുറങ്ങാൻ പോകുമ്പോ വിരിപ്പൊന്ന് തട്ടിക്കൊടയണം എന്നൊക്കെ പറഞ്ഞു തരാൻ നിയോഗിതനായ ഒരു മഹാമനീഷിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുന്നത് നബിക്ക് താങ്ങാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അത്രമാത്രം താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, വാത്സല്യമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ നബി തങ്ങൾ പിറന്ന മാസം മതിയോ നമുക്ക് ആ നബി തങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും? ആ ഒരു മാസം മതിയോ 12 മാസങ്ങളിൽ? പോരല്ലോ. നോക്കൂ, സ്വഹാബികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന നബി തങ്ങളെ സ്നേഹിച്ചതിന്റെ അത്ഭുതകരമായ ചില മാതൃകകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 15 ദിവസത്തെ നിരന്തര യാത്രക്കൊടുവിൽ മക്കയിൽ നിന്ന് മദീനയിൽ വരുന്നു. അവിടെ അൻസ്വാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താമസിപ്പിക്കാൻ സ്വന്തം വീട് ഒരുക്കി റെഡിയാക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ എവിടെ താമസിക്കണം, അവിടെയാണ് എൻ്റെ ഒട്ടകം മുട്ടുകുത്തുക. ആ ഒട്ടകത്തിന് അങ്ങനെ കൽപ്പന അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ വിട്ടേക്ക്. മദീനയുടെ ചെരുവിലൂടെ വീടുകൾക്കിടയിലൂടെ ഒട്ടകം അങ്ങനെ നടന്നിട്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന് മുമ്പിൽ മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്ന 2 നിലകളുള്ള അപൂർവ വീടുകളിൽ ഒന്ന് അതായിരുന്നു, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീടിന്റെ അടിഭാഗത്ത്, നമ്മളെന്താ പറയുക, ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് മുകളിൽ താമസിക്കണം, ഞങ്ങൾ താഴെ താമസിച്ചോളാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ട, ഞാൻ ഇവിടെ താമസിച്ചോളാം. അബൂ അയ്യൂബ് പറഞ്ഞു, നബിയെ, അങ്ങ് താഴെ താമസിക്കുമ്പോ അങ്ങയുടെ തലക്ക് മുകളിലൂടെ ഞങ്ങൾ മുകളിൽ കൂടെ നടക്കേ? ഏയ് പറ്റൂല, അത് പറ്റൂല. വഹയ്യുമായി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരാനുള്ള വഴിയാവില്ല ഇനി ഞങ്ങളുടെ വീടിന്റെ ഉൾഭാഗം. അതുകൊണ്ട് ഞങ്ങൾ അതിന് തടസ്സം നിൽക്കേ, സാധിക്കൂല നബി, ഞങ്ങൾക്ക് നിങ്ങൾ മുകളിൽ തന്നെ പാർക്കണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ അയ്യൂബേ, എന്നെ കാണാൻ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും, ഞാൻ വീടിന്റെ മുകൾ നിലയിലാണെങ്കിൽ ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ അല്ല, ഞാൻ താഴെ താമസിച്ചോളാം. മനമില്ല മനസ്സോട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അതിന് സമ്മതിച്ചു. പക്ഷേ 2-3 ദിവസം ആ ഭാര്യയും ഭർത്താവും ഉമ്മു അയ്യൂബും അബൂ അയ്യൂബും റളിയല്ലാഹു അൻഹുമാ ഒരു വീടിന്റെ ഒരു മൂലയിൽ ഇരുന്ന് ആ ഇരുത്തത്തിൽ അവിടെ കഴിച്ചുകൂട്ടി. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അവർക്ക് സാധിച്ചില്ല. താഴെ നബിയുണ്ട്, തങ്ങളുടെ കാലടിപ്പാട് അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാക്കും, സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാക്കും. അഥവാ ഞങ്ങൾ നടക്കുന്ന വഴിയിലൂടെയാണ് ജിബ്രീൽ ഇറങ്ങി വരുന്നത് എങ്കിൽ അത് ഞങ്ങൾ തടസ്സമായിട്ടത് മാറും. എഴുന്നേറ്റില്ല അവർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ താമസത്തിനിടയിൽ ഉമ്മു അയ്യൂബിന്റെ കയ്യിലിരുന്ന വെള്ളപ്പാത്രം, വെള്ളക്കുടം, വെള്ളം വെച്ചിരുന്ന പാത്രം, അത് തട്ടിത്തൂത്തുപോയി മുകളിൽ. അവർ 2 പേരും പേടിച്ചുപോയി. അവർക്ക് 2 പേർക്കും മാറിയുടുക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയും. മുകളിലെ തട്ടിൽ വെള്ളം പോയപ്പോൾ അതെങ്ങാനും താഴേക്ക് വീണാൽ, ഇത് കിനിഞ്ഞു വീണാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ആകുമല്ലോ പടച്ചോനെ എന്ന ബേജാറിൽ അവർ ഉടുത്ത തുണിയഴിച്ച് ആ നനവ് തുവർത്തി തീർത്തുക. ആ വെള്ളം അവർ ആ തുണിയിൽ തുവർത്തിയെടുത്തു. നനഞ്ഞ വസ്ത്രവുമായി താഴേക്ക് ഇറങ്ങി പോരുന്ന അബൂ അയ്യൂബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ഉന്നയിച്ച് അദ്ദേഹം നിന്ന് കരഞ്ഞുപോയി. സംഭവം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം മാറ്റി, വേണ്ട, ഞാൻ മുകളിലേക്ക് മാറിക്കോളാം. മുഅ്മിനീങ്ങളെ, ഈ അബൂ അയ്യൂബും ഉമ്മു അയ്യൂബും നബിയെ സ്നേഹിച്ചതാണോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹം? ആണോ? ഹിജ്റ 6-ാം കൊല്ലത്തിൽ ഹുദൈബിയ സന്ധിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിമീങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് മുശ്രിക്കുകളുടെ പ്രതിനിധികളായി വന്ന കൂട്ടത്തിൽ ഒരാൾ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന ഖുറൈശി പ്രമാണിയായിരുന്നു. അയാളൊരു ലോകസഞ്ചാരിയാണ്, കിസ്റ കൈസർമാരുടെയൊക്കെ ചങ്ങാതിയാണ്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ മക്കയിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗം,
എൻ്റെ മനുഷ്യരെ, ഞാൻ ഒരുപാട് രാജകൊട്ടാരങ്ങളെയും ഭരണാധികാരികളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയോ, മാറായിത്തു മലിക്കൻ ഖത്തുൻ യുഅല്ലിമു അസ്ഹാബഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഒരു നേതാവിനെയും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരിൽ അവസാനത്തെ ആളെയും കൊന്നാലല്ലാതെ നിങ്ങൾക്ക് ആ മനുഷ്യന്റെ അടുത്തേക്കെത്താൻ സാധിക്കൂല. ഒന്നുമില്ല, സന്ധി സംഭാഷണത്തിനിടയിൽ ചർച്ച വരുമ്പോ സുഹൈൽ ഇബ്നു അംറാണ് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഖുറൈശി മധ്യസ്ഥൻ. അയാളിങ്ങനെ, സുഹൈൽ ഇബ്നു അംർ പിന്നീട് മുസ്ലിമായി, അയാളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തോണ്ടാൻ പോകും. അങ്ങനെയല്ല, ഇങ്ങനെയാക്കണമെന്ന് പറയാൻ നബി ഇങ്ങനെ തോണ്ടാൻ പോകും. ആ ഉയരുന്ന കൈ സ്വഹാബത്ത് തടയും. സുബ്ഹാനല്ലാഹ്, ആ ഉയരുന്ന കൈ സ്വഹാബത്ത് തടയും. തൊടാൻ സമ്മതിക്കുന്നതർത്ഥം തങ്ങളുടെ നേതാവിനെ തൊടാൻ സമ്മതിക്കാത്ത വണ്ണം ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ നിന്ന് അങ്ങനെ സംരക്ഷിച്ചെടുത്ത ഒരു ദീനിനെ നമ്മൾ ഇന്ന് എവിടെ കൊണ്ടുപോയാണ് കെട്ടിയത്? നോക്കാൻ നിങ്ങൾ, എവിടെ കൊണ്ടുപോയാണ് സമുദായം കെട്ടുന്നത്? ഹിജ്റ 3-ാം കൊല്ലം ഉഹദ് യുദ്ധം സംഭവിക്കുന്നു. യുദ്ധത്തിന്റെ അവസാന ഭാഗത്ത് ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചടി നേരിടുന്നു. 70ഓളം സഹാബികൾ ഷഹാദത്ത് വരിക്കുന്ന രക്തസാക്ഷിത്വം വഹിക്കുന്നു. അതിൽ ഹിന്ദു ഉത്ബ എന്ന അൻസാരി വനിതയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഇവിടെ 4 മക്കളുണ്ടായിരുന്നു. അവരുടെ ബാപ്പയും ഉണ്ടായിരുന്നു. അവർ ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിൽ. ഉഹദ് തിരിഞ്ഞടിച്ച വിവരം അറിഞ്ഞ് അവർ തൻ്റെ വീട്ടിൽ നിന്ന് ഉഹദിലേക്ക് വരുമ്പോൾ ഓടുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ വാപ്പ മരിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചു, ഷഹാദത്ത് വഴി രക്തസാക്ഷിയായി, എല്ലാവരും പോയി നിങ്ങളെ. അപ്പൊ അവരപ്പോഴൊക്കെ ചോദിക്കണത് നബിയോ 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 എന്നാണ്. അവരൊക്കെ പറഞ്ഞു അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു, പറ്റില്ല, എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റുന്നു. അങ്ങനെ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ മലയിലേക്ക് കയറിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ കണ്ണീർ വാർത്തിട്ട് പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ യാ റസൂലല്ലാഹ്. ബാപ്പ മരണപ്പെട്ടാൽ എന്ത്, ഭർത്താവ് മരണപ്പെട്ടാൽ എന്ത്, ആങ്ങളമാർ മരണപ്പെട്ടുകൊണ്ട് എന്ത് നഷ്ടം, എൻ്റെ മക്കൾ മരണപ്പെട്ടത് എന്തുകൊണ്ട് എന്ത് നഷ്ടം, അങ്ങിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ബാക്കിയൊന്നും എനിക്ക് വിഷയമല്ല. പിന്നെ 8 പേർ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി, ഞാനിവിടെ ഒറ്റക്കായി എന്നത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. അങ്ങിവിടെ ഉണ്ട് എന്നതാണ് എൻ്റെ സന്തോഷം. അങ്ങില്ല എങ്കിൽ മറ്റാരുണ്ടായിട്ടും എനിക്ക് കാര്യമില്ല. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ ബിഹാ സ്വഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തതഅബ്ബദുഹാ ഫഇന്നൽ ആഖിറ ലം യദഅ മഖാലൻ ഫഇന്നൽ അവ്വല ലം യദഅ മഖാലൻ ലിൽ ആഖിർ. ഒരു ആരാധനയും സ്വഹാബത്ത് ആരാധിക്കാത്ത ആരാധനയായി സ്വീകരിക്കാത്തതാണെങ്കിൽ അത് സമുദായമേ നിങ്ങൾ സ്വീകരിച്ചുകൂടാ. കാരണം എന്താ? ഫഇന്നൽ അവ്വല, ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ, ലം യദഅ മഖാലൻ ലിൽ ആഖിർ, പിൽക്കാലക്കാർക്ക് പറയാൻ ഒരു അവസരം ബാക്കി വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ സ്വഹാബത്ത് ഇസ്ലാമിൽ ഇതുകൂടി വേണ്ടിയിരുന്നു എന്ന് പിൽക്കാലക്കാർക്ക് പറയാനുള്ള ഒരവസരവും ബാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഫത്തഖുല്ലാഹ യാ അഹ്ലൽ ഖുറാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഖുർആൻ പണ്ഡിതന്മാരെ, പടച്ചോനെ പേടിക്കണം. വത്തഖുദ്ദുനിയാ, ദുനിയാവിനെയും പേടിക്കണം. ആര്? ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഈ ഒരു അർത്ഥത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാണി, നമ്മുടെ നാട്ടിൽ നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ നബിദിനവും റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും സമ്പ്രദായങ്ങളും, അതിന്
അതിന് എന്ത് മറുപടിയാണ്, എന്ത് ന്യായമാണ് നമുക്ക് നിരത്താനുള്ളത് എന്ന് നോക്കൂ. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, നബിതങ്ങൾ ആചരിച്ചിട്ടുണ്ടോ, സ്വഹാബത്ത് ആചരിച്ചിട്ടുണ്ടോ, താബികളോ തബഉ താബികളോ 4 ഇമാമിങ്ങളോ ആചരിച്ചിട്ടുണ്ടോ, നബിതങ്ങളുടെ ഭാര്യമാരോ മക്കളോ പേരമക്കളോ 4 ഖലീഫമാരോ ആചരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, UAE-യിലുണ്ട് എന്നാണ്. ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട് എന്നല്ല. മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കാനാണ്. അള്ളാഹുവിന്റെ റസൂൽ 23 കൊല്ലം പ്രവാചകനായി ജീവിച്ചുവല്ലോ, അന്നൊരു നബിദിനം ആചരിച്ചിരുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി അമേരിക്കയിലുണ്ട്, അമേരിക്കയിൽ പോലും ഉണ്ട്. ഖുർആനിൽ അതിന് വല്ല സൂചനയുമുണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടി UAE-യിലുണ്ട് അല്ലേ? സ്വഹാബികളോ താബികളോ ഇമാമുകളോ ആചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് എന്നാ. എന്താ നിങ്ങൾക്ക് മനസ്സിലായത് മുഅ്മിനീങ്ങളെ? ഖുർആനിലും സുന്നത്തിലും അതുണ്ട് എന്ന് അവർക്ക് പറയാൻ വയ്യ. നബിയോ സഹാബത്തോ 4 ഖലീഫമാരോ ഇത് ആചരിച്ചിട്ടുണ്ട് എന്നവർക്ക് പറയാൻ വയ്യ. ഉത്തമ നൂറ്റാണ്ടുകളിൽ എന്തെങ്കിലും ഒരിടത്ത് ഈ ഒരു സമ്പ്രദായം നിലനിന്നിരുന്നെന്ന് പറയാൻ വയ്യ. അവിടെയാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു കടന്നു വരിക. കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ ബിഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തതഅബ്ബദുഹാ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അംഗീകരിക്കാത്ത, ആചരിക്കാത്ത, അറിയാത്ത, നടപ്പിൽ വരുത്താത്ത ഒരു ഇബാദത്ത് മുഅ്മിനീങ്ങളെ ഈ സമുദായം ഒരിക്കലും ആചരിച്ചുകൂടാ. പുണ്യം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയാണ് പഠിപ്പിച്ചത്. അങ്ങനല്ലേ? മാ മിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്നതി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി ഇല്ലാ വഖദ് നബ്ബഅതുകും ബിഹി ഇല്ലാ വഖദ് നുബ്ബിഅതും ബിഹി എന്ന് 3 തരത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാം. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനിടയാവുന്ന, സാധിക്കുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയാതിരുന്നിട്ടില്ല. വമാ മിൻ ശൈഇൻ യുബഇദുകും അനിന്നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനിടയുള്ള കാര്യങ്ങളും ഞാൻ പറയാതെ പോയിട്ടില്ല. ഒക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, ഞാൻ പറയാത്തത് വല്ലതും ആരെങ്കിലും ഈ ദീനിൻ്റെതാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഫഹുവ റദ്ദ്, അത് നിങ്ങൾ തള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ എന്ന സൂറത്ത് നൂറിന്റെ 63-ാമത്തെ ആയത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കുല്ലു ഫൽ അഅ്മാലു വൽ അഖ്വാലു തൂസനു ബി അഅ്മാലിഹി വ അഖ്വാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് നമ്മളോട് പറയുന്നത് വിശ്വാസി സമൂഹത്തിൽ നിന്ന് പരലോകത്ത് രക്ഷ കിട്ടും, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടും, സ്വർഗപ്രവേശനം ലഭിക്കും, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്നൊക്കെ വിചാരിച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവർ പറയുന്ന വാക്കുകളും ഒക്കെ തൂസനു ബി അഅ്മാലിഹി വ അഖ്വാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി തങ്ങളുടെ വാക്കുകളോടും പ്രവൃത്തികളോടും അവരൊന്ന് ഒത്തുനോക്കണം. നമുക്ക് ചെയ്യാനുള്ളത് നമ്മളൊന്ന് ഒത്തുനോക്കണം. ഉരകല്ലേതാണ്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അവിടെ ഒന്ന് ഉരച്ചു നോക്കണം. അതിനോട് യോജിച്ചു വരുന്നു എങ്കിൽ ഖുബില, അതാര് പറഞ്ഞാലും ഈ സമുദായത്തിന് സ്വീകാര്യമാണ്. വമാ ഖാലഫ, എന്നാൽ അതിനോട് യോജിക്കാതെ വിരുദ്ധമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഫമർദൂദുൻ അലാ ഖായിലിഹി വ ഫാഇലിഹി കാഇനം മൻ കാൻ. അതാര് എത്ര വലിയ കൊമ്പന്മാർ, വമ്പന്മാർ, നേതാക്കന്മാർ, ഔലിയാപ്പാപ്പാർ പറഞ്ഞതാണെങ്കിലും പറഞ്ഞോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ സമുദായം അത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥമല്ല. അത് ഏറ്റെടുക്കരുത്. കമാ സബത്ത ഫി സ്വഹീഹൈൻ, അതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ് എന്ന വചനം.
എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ള പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളയെ പോലുള്ള ആളുകൾ നമ്മളോട്, ലോകത്തോട്, മുസ്ലിമീങ്ങളോട് വിളിച്ചു പറയുന്ന സംഗതി മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത, സ്വഹാബത്തിന്റെ കാലത്തില്ലാത്ത ഒരു പുത്തൻ സമ്പ്രദായം ഇസ്ലാമിലേക്ക് ആരെങ്കിലും കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ യറാഹ ഹസന, അത് തന്റെ സ്വർഗത്തിന് പരലോകത്ത് ഗുണം ലഭിക്കുമെന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്താൽ, അതിന്റെ പേരിൽ, അങ്ങനെയല്ലേ നടക്കണത്, അതിന്റെ പേരിൽ പരലോകം രക്ഷപ്പെടുമെന്ന് അയാൾ വിചാരിച്ചാൽ അവൻ വിചാരിക്കുന്നത് അവൻ വിചാരിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, ഈ സംഗതി, ഈ നന്മ സ്വഹാബത്തിന് പഠിപ്പിക്കാതെ നബി അവർ ചതിച്ചിരിക്കുന്നു എന്നാണ് ആ വാദം. മആദല്ലാ. ഒന്ന് പ്രിയപ്പെട്ടവർ, തിരിച്ചറിയാനുള്ള ചില സംഗതികളാണ് ഞാൻ പറഞ്ഞത്. വമാ ആതാകുമുർ റസൂലു ഫഹുദൂഹു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമ്മളോട് ആവശ്യപ്പെട്ടത് അത് നടപ്പിൽ വരുത്തുവീൻ. വമാ നഹാകും അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുവോ അതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുകയും വേണം. അല്ലേ? എത്രമാത്രം എന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നൊരു പെരുന്നാളിന് ചെറിയ മക്കൾ ദഫ് മുട്ടി പാട്ട് പാടുകയാണ്. അപ്പൊ ആ പാട്ടിൽ അവരിൽ ഒരാൾ പാടിപ്പോയി, ഞങ്ങളുടെ നബിയുടെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയാവുന്ന നബിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്നവര് സന്തോഷം കൊണ്ട് പാടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർത്ത്, അത് വേണ്ട, അത് വേണ്ട. ഞാനതിനൊക്കെ പോകുന്ന ആളെന്നല്ല പറയേണ്ടത്, അത് വേണ്ട. കോലൂബി കൗലിക്കും ഔബി ബഅദി കൗലിക്കും. ഇപ്പൊ ഈ പറഞ്ഞതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റണതല്ല, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതല്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിത്തിയത് എന്തറിയോ? അസ്സയ്യിദു തബാറക വതആല ഇന്നമാന അബ്ദുല്ലാഹി വറസൂലു. സയ്യിദ് എന്ന് പറയാൻ പറ്റുന്നത്, കറതീർന്ന് പറയാൻ പറ്റുന്ന അള്ളാഹ്ക്ക് മാത്രമാണ്. ഞാൻ അള്ളാഹിന്റെ നബിയാണ്, അള്ളാഹിന്റെ അടിമയാണ്. അതിന്റെ അപ്പുറത്തേക്ക് പറയുന്നില്ല. ലാ തദ്റൂനി കമാ അത്റതി നസാറ ഇബ്നു മറിയം. ക്രൈസ്തവ ജനത ഈസാ നബി അലൈഹി ഇസ്ലാമെ പറഞ്ഞ് പുത്രത്തിലേക്ക് ഉയർത്തിയതുപോലെ പരിധി വിട്ട് പറയല്ലേ. എന്തൊക്കെയാണ് ഇവിടെ നടക്കണം നോക്കാൻ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് എന്താണ് ഇവിടെ ഉത്തരവാദിത്തം? നമ്മുടെ വീടുകളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമാനുഷ്യനാണെന്ന് പറയുന്ന ആളുകൾ, കേവല സാധാരണക്കാരനാണെന്ന് പറയുന്ന മറ്റു ചില ആളുകൾ, ഇതിന് രണ്ടിനും ഇടയിലാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം. നമ്മളെ പോലെ ഒരു മുഹമ്മദ് അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ മാത്രമാണ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വരുന്നത്. എൻ്റെ ഉപ്പയെയോ ഉമ്മയെയോ എൻ്റെ മകനെയോ എൻ്റെ പേരക്കുട്ടിയോ എൻ്റെ സഹോദരനെയോ മുഹമ്മദ് എന്ന് വിളിച്ച നാട്ടിലാരും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാറില്ല, അല്ലേ? നമ്മളാരും സ്വർഗലോകത്തും നരകലോകത്തും പോയി അവിടുത്തെ ശിക്ഷാ സമ്പ്രദായങ്ങൾ കണ്ടിട്ടില്ല. നമ്മളാരും ഖബറിനടിയിൽ നടക്കുന്ന ശിക്ഷാ സമ്പ്രദായങ്ങളുടെ ശബ്ദം കേട്ടിട്ടില്ല. നമ്മളാരും ജിബ്രീലുമായി സംസാരിച്ചില്ല. നമ്മളാരും ആകാശലോകത്ത് കയറിപ്പോയിട്ടില്ല. അതൊക്കെ നടത്തി, അതൊക്കെ സാധിച്ച മഹാമനീഷിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു കേവലം നമ്മളെപ്പോലൊരു സാധാരണക്കാരനല്ല. അതേ വഹയിൻ്റെ അകമ്പടിയുള്ള അത്ഭുതകരമായ വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു മഹാമനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് അള്ളാഹുവോടൊപ്പമോ അള്ളാഹുവെ പോലുള്ള കഴിവും ശക്തിയും ഉള്ളവനോ അതുമല്ല. പിന്നെന്താണ് അതിൻ്റെ സത്യം? നമ്മളെപ്പോലുള്ള സാധാരണ മാനുഷികമായ എല്ലാ വിധത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളതോടൊപ്പം പരമപവിത്രമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നതോ അതോടൊപ്പം അള്ളാഹുവിൻ്റെ വഴിയും ലഭിക്കുന്നു. നോക്കൂ നിങ്ങൾ, 63 കൊല്ലം ജീവിച്ചിട്ടൊരു മനുഷ്യൻ പറയാണ്, വല്ലാഹി ലാ അഖൂലു ഇല്ലാ ഹഖ്, പടച്ചോനാ നേര്, ഞാൻ ഇതുവരെ ഒരു കളവും പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു വലിയ അത്ഭുതമല്ല. നോക്കാണ്,
63 വയസ്സിന്റെ നിറവിൽ നിന്ന് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കഷ്ടപ്പാടിന്റെ, ദാരിദ്ര്യത്തിന്റെ, അധികാരത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു പോന്നിട്ടൊരു മനുഷ്യൻ പറയാണ്, ഞാൻ ഇതുവരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല, എന്നോട് പറയാനും പോടില്ല. ഒന്ന് ആലോചിച്ചോക്കാണ്. അത് മാത്രം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യത്ഭുതകരമായ ആദരവിന് നമുക്ക് തെളിവായിട്ട് അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ആദരവിനെ, തെളിവിനെ എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത് എന്ന് പഠിക്കുന്നിടത്താണ് അത് അനുകരണവും അനുസരണവും ബഹുമാനവും സ്നേഹവും ആദരവുമായിരുന്നു അവർ നൽകിയ സ്നേഹത്തിൻ്റെ, അവർ നൽകിയ ജീവിതത്തിൻ്റെ, അവർ നബിയോടുള്ള സ്നേഹത്തിന് കാണിച്ച മാർഗങ്ങളെന്ന് മനസ്സിലാക്കുക. സമ്പൂർണമായ അനുസരണം, കഴിവിൻ്റെ പരമാവധി അനുകരിക്കുക. എത്രമാത്രം ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയുന്നുവോ അതാണ് സഹാബത്ത് ചെയ്തത്. അതിനുള്ള ചില മാതൃകകളാണ് നമ്മൾ കേട്ടത്. അങ്ങനെ നബിയെ കാണാനും നബിയെ മനസ്സിലാക്കാനും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാനും ആദരിക്കാനും കഴിയേണ്ടതുണ്ട്. നമുക്ക് അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിനിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട ശിഷ്യന്മാരായി ജീവിച്ച് തഖ്വയുള്ളവരുടെ കൂടെ മരണപ്പെട്ടു പോകുന്നതിൽ ഉൾപ്പെടാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ റബീഉൽ അവ്വലിൻ്റെ ഒരു പ്രത്യേകത, റബീഉൽ അവ്വലിനോടൊപ്പമാണ് മറ്റൊരാഘോഷം കൂടി കേരളത്തിൽ അരങ്ങ് തകർക്കുന്നത് എന്നാണ് അല്ലേ? വരുന്ന വഴിയിൽ ഇന്ന് ഞാൻ കണ്ട ഒരു സംഭവം, നാടാകെ ഒരു പ്രത്യേക വേഷം ധരിച്ച്, പേരൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രത്യേക വേഷം ധരിച്ച് നാടാകെ ആൺ പെൺ വ്യത്യാസമില്ലാതെ, വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഞങ്ങൾക്ക് ഏറെ പ്രിയം, അത്ര ഞങ്ങൾ സ്നേഹിക്കുന്നതായി ദുനിയാവിൽ വേറെ ആരുമില്ല എന്ന് മൈക്ക് കെട്ടി പ്രഘോഷിക്കുന്ന പണ്ഡിത നേതാക്കന്മാരും സമുദായാചാര്യന്മാരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമുദായത്തിന്റെ തകർച്ച അല്ലേ, ആ വേഷം തന്നെയാണ് നമുക്കും, ആ ആട്ടവും പാട്ടും തന്നെയാണ് ഇവിടെയുമുള്ളത്. നാളെ മറ്റന്നാൾ നബിദിനം ആഘോഷിക്കുന്നവർ ഇന്ന് വേറെയാണ്, അതിനേക്കാൾ മികച്ച രൂപത്തിൽ, അതിനേക്കാൾ ഉഷാറായി വേഷപ്രച്ഛന്നതയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ പറയും നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോ മുത്തമ്പാരിയായി, അവർക്ക് നബിയോട് സ്നേഹമില്ല. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത്, ആ ജീവിതത്തിലും കൊല്ലത്തിൽ ഒരു മാസമോ ഒരു ദിവസമോ പോരാ, പ്രവാചക സ്നേഹം അത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായി വരണം. നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഇരിപ്പിലും കിടപ്പിലും നബി കടന്നതുപോലെ കിടക്കാൻ, ഇരുന്നതുപോലെ ഇരിക്കാൻ, നബി നടന്നതുപോലെ നടക്കാൻ, നബി നോക്കിയതുപോലെ നോക്കാൻ ശ്രമിച്ചിരുന്നു സ്വഹാബത്ത് എന്നാണ്. ഒരിടത്തൊഴിഞ്ഞിരിക്കുന്നത് കണ്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വാപ്പ ചോദിച്ച്, എന്താ മോനെ ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ലാപ്പാ, ഞാൻ നബി ഇതിലൊരുക്ക വന്നപ്പോൾ നബി ഇവിടെ ഇരുന്നു, ആ ഓർമ്മ മുറിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതാണ്. അതിനു പകരം നമ്മളിപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആഭാസത്തരങ്ങൾ എന്നല്ലേ പറയേണ്ടത് അല്ലേ? എന്തിൻ്റെയൊക്കെ പേരിലാണ് ഈ മനുഷ്യന്മാരുടെ സമുദായത്തിന്റെ ദീൻ എവിടെ പോയി? ഈ സമുദായത്തെ വഴി നടത്തേണ്ടുന്ന പണ്ഡിത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തം എവിടെയാണ്? എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ, എനിക്ക് എൻ്റെ സമുദായ നേതൃത്വത്തോടാണ്. പള്ളി മിമ്പറുകളും മൈക്കുകളും കൈകാര്യം ചെയ്ത് സമുദായത്തെ നന്നാക്കുന്നവരോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ ഒപ്പം കൂടികളാവരുത് എന്ന് നേർക്ക് നേരെ വാക്ക്. യഖൂലുന ഇൻ അഹ്സനന്നാസു അഹ്സന്നാ വഇൻ അസാഅന്നാസു അസഅനാ. അങ്ങനത്തെ ആളുകൾക്ക് പറയാനുള്ള, ജനങ്ങളൊക്കെ നല്ലവരാണെങ്കിൽ ഞങ്ങളും അവരോടൊപ്പം നന്മ ചെയ്യും, ജനങ്ങളൊക്കെ മോശപ്പെട്ടവരാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കായിട്ട് മാറി നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതും ഞങ്ങൾ ചെയ്യും.
എന്ന് നിങ്ങൾ പറയരുത് മുസ്ലിമീങ്ങളെ. നിങ്ങൾ പറയേണ്ടത് ബനൂ ഇസ്രായേലിന്റെ തകർച്ചയുടെ കാരണം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വൃത്തികേടുകൾ കണ്ടപ്പോൾ സമുദായ നേതൃത്വം അവരോട് ആദ്യകാലങ്ങളിൽ ഇത് പാടില്ല എന്ന് വിലക്കി. പക്ഷേ സമുദായം അത് അംഗീകരിക്കാതിരുന്നപ്പോൾ ഇവരും മെല്ലെ മെല്ലെ അവരുടെ കൂടെ കൂടി പിന്നീട് അതിന്റെ നേതൃത്വത്തിലേക്ക് അവരെത്തി. അതുപോലെ നിങ്ങൾ ആവരുത്. എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ആവരുത്. ജനങ്ങളൊക്കെ നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങൾ അവരോടൊപ്പമുണ്ടാവും നന്മയിൽ. ജനങ്ങൾക്ക് വരുന്ന വീഴ്ചകളിൽ, പിഴവുകളിൽ, ദുസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങൾ അകന്നു നിൽക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം സമുദായമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ മഹാപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ മറ്റേ മാസം ആരെ പേരിലാണ് നിങ്ങൾക്കറിയില്ലേ അല്ലേ? രണ്ടും ഒന്നിച്ച് വന്നപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചൂടെ? ഇതിൽ രണ്ടിൽ ഒന്നുകിൽ രണ്ടും ശരി, അല്ലെങ്കിൽ ഒന്ന് ശരി, ഒന്ന് തെറ്റ്, അല്ലെങ്കിൽ രണ്ടും തെറ്റ് എന്ന് ആലോചിച്ച് നോക്കട്ടെ നമ്മൾ അല്ലേ? എന്നിട്ട് അകന്ന് നിൽക്കേണ്ടതിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം, ആർജവം കാണിക്കണം. അത് പറയാനുള്ളിടത്ത് പറയണം. അതോടൊപ്പം നന്മയിൽ സജീവമായി സഹകരിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം അതിൻ്റെ മഹാഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു രീതിയിലേക്ക് മാറാനും തൗഹീദിനും സുന്നത്തിനും ഈമാനിനും തഖ്വക്കും വിഘാതമാകുന്ന, വിപരീതമാകുന്ന ഇബാദത്തുകളുടെ നന്മകളുടെ ഫലം നഷ്ടപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ആർജവും ഊർജവും ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അടിയുറച്ചു നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ മാത്രമേ മുന്നോട്ട് പോവുകയെന്ന് ഉറച്ച തീരുമാനമെടുക്കാനും അതിനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബിൽ നിന്ന് നേടുവാനുള്ള അർഹത നേടുവാനും പറ്റുന്ന രൂപത്തിൽ ജീവിക്കാനും മരണപ്പെടാനും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, ഈ സമുദായത്തിന്റെ യുവതലമുറക്ക് ഉൾപ്പെടെയുള്ളവർക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. പടച്ചവരെ, വസ്ത്രത്തിലും മറ്റെല്ലാ സംവിധാനങ്ങളിലും നിന്റെ പ്രവാചകരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ ഒരു മാതൃക, ആ സംസ്കാരം അന്തസ്സോടെ അഭിമാനത്തോടെ പിന്തുടരുവാനുള്ള ഈമാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഈ സമുദായത്തിൽ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബെ, പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും തൗഹീദിനും അതിന്റെ ഇബാദത്തുകളിലും വിരുദ്ധമാകുന്ന എല്ലാ മേഖലകളിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിൽക്കാനുള്ള ഈമാൻ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഈ സമുദായത്തിൽ ഓരോരുത്തർക്കും ഞങ്ങൾക്കും വന്നുപെട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, പടച്ചവനെ, ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഇതെല്ലാം പിശാചിന്റെ കുടിലതയും കുതന്ത്രങ്ങളുമാണെന്ന് തിരിച്ചറിയാനുള്ള ഈമാൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും കൂട്ടുകാരും, ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന മാർഗദർശികളുമെന്ന് തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ ഈ സമുദായത്തിനും ഇതിന്റെ മക്കൾക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. സമുദായത്തെ നേർവഴിയിൽ നയിക്കാൻ ഉത്തരവാദപ്പെട്ട സമുദായ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും തൗഹീദിനും സുന്നത്തിനും വേണ്ടി ഒരുമിച്ച് നിൽക്കാനും തഖ്വ ഈമാനിലും തഖ്വയിലും അടിയുറച്ചു നിന്നും ദീൻ പ്രചരിപ്പിക്കാനും ശിർക്ക് വിദഅത്തുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളിൽ നിന്നും സമുദായത്തെ നേർവഴിയിൽ നയിക്കാനുമുള്ള സന്മനസ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ ശിഫയാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സകലരെയും ഞങ്ങളുടെ സദുദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തിന്ന് ഞങ്ങളെ ഈമാനോടെ തഖ്വയോടെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഹ്ലീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم احينا مسلمين وامتنا مسلمين والحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
الرحيم واغفر لنا ذنوبنا يا غافر المذنبين توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد.